അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ ആശയക്കുഴപ്പം. പങ്കെടുത്താലും ഇല്ലെങ്കിലും വെട്ടിലായത് കോൺഗ്രസാണ്. പങ്കെടുക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് ക്ഷണം ലഭിച്ചവരാണെന്നും പാർട്ടി തീരുമാനമെടുത്തിട്ടില്ലെന്നും ഡോക്ടർ ശശി തരൂർ MP 24നോട് പറഞ്ഞു. ചടങ്ങിനില്ല എന്ന് പ്രഖ്യാപിച്ച CPIM-നെ പ്രശംസിച്ചും നിലപാടെടുക്കാത്ത കോൺഗ്രസിനെ വിമർശിച്ചും സമസ്ത മുഖപത്രം മുഖപ്രസംഗം എഴുതി. അയോധ്യയിൽ അടുത്ത മാസം 22-ന് നടക്കുന്ന രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്കുള്ള ക്ഷണക്കത്ത് വെട്ടിലാക്കിയത് കോൺഗ്രസിനെ. ക്ഷണം തള്ളാനും കൊള്ളാനും കഴിയാത്ത സ്ഥിതിയിലാണ് കോൺഗ്രസ്. മല്ലികാർജുൻ ഖർഗെ, സോണിയാഗാന്ധി തുടങ്ങിയ നേതാക്കൾക്കാണ് ക്ഷണം. ചടങ്ങിൽ പങ്കെടുത്തില്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ ഹിന്ദു വോട്ടുകൾ അകലുമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ വാദം. BJP-യുടെ കരുത്തുകാട്ടാനുള്ള പരിപാടിയിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കരുതെന്ന് മറുവിഭാഗവും പറയുന്നു. പങ്കെടുക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണ് കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ. അതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചോദ്യം വന്നപ്പോൾ പറഞ്ഞതല്ലോ ഒരു ഉത്തരം. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യഥാസമയം അതിന് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടും. വലിയ ഇതിപ്പോ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചോദിച്ചത്. ഇതാണ് നിങ്ങൾക്ക് പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാനില്ല. ഈ സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗം കണ്ടിട്ടുണ്ടായിരുന്നു വീടി. രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുമോ എന്ന ചോദ്യത്തോട് വ്യക്തമായ മറുപടി ഡോക്ടർ ശശി തരൂർ MP-യും നൽകിയില്ല. ക്ഷണിച്ചവർക്കല്ലേ പോകാൻ സാധിക്കുള്ളത്. ബൈ ഇൻവിറ്റേഷൻ ഓൺലി ആയ ഒരു ചടങ്ങാണ്. ഞങ്ങളുടെ 3-4 നേതാക്കളെ ക്ഷണിച്ചിട്ടുള്ളൂ. ഈ പാർട്ടി എടുത്ത തീരുമാനം ഇതുവരെ അവർ പ്രഖ്യാപിച്ചിട്ടില്ല. ഒന്ന് കുറച്ചും കൂടി കാത്തിരിക്കേണ്ടി വരും. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന നിലപാടാണ് കോൺഗ്രസിന്റെ കേരള നേതാക്കൾക്ക്. അവർ ഇക്കാര്യം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. അതിനിടെ കോൺഗ്രസ് നിലപാടിനെ വിമർശിച്ച് സമസ്ത മുഖപത്രം സുപ്രഭാതം മുഖപ്രസംഗമെഴുതി. പള്ളി പൊളിച്ചെടുത്ത് കാലുവെക്കുമോ കോൺഗ്രസ് എന്ന തലക്കെട്ടിലെഴുതിയ മുഖപ്രസംഗത്തിൽ കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനമാണ്. ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞ സീതാറാം യെച്ചൂരിയുടെ ആർജവവും സ്ഥൈര്യവും സോണിയാഗാന്ധിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖപ്രസംഗത്തിലുണ്ട്. പൊളിറ്റിക്കൽ ബ്യൂറോ 24.